അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേദിക് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ ദ്രാവിഡിയൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അടുത്തായിട്ട് വന്നൊരു എഡ്യൂക്കേഷനാണ് എന്തെന്ന് പറയുന്നത് വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രാചീനമായ ഒരു വിദ്യാഭ്യാസമാണ്. ഒരു ഗുരുകുല വിദ്യാഭ്യാസം, നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഗുരുകുല വിദ്യാഭ്യാസം പോലത്തെ ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ ഉള്ളത്. വേദിക് എഡ്യൂക്കേഷൻ പറയുന്നതിന് മുമ്പായിട്ട് വേദ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നെന്ന് നമുക്ക് നോക്കാം. The term Ved has been derived from the Sanskrit word Ved, means knowledge. The Vedas just contain knowledge and the knowledge of life. അപ്പോൾ വേദം എന്ന് പറയുന്ന വാക്ക് വന്നത് സാൻസ്ക്രിറ്റ് വേർഡായ വിദ്ദിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോളേജ്, അറിവെന്നാണ്. അപ്പോൾ വേദാസ് എന്ന് പറയുന്നത് അറിവ് നിറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനെ കുറിച്ചുള്ള അറിവ് നിറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത് വേദാസ് എന്ന് പറയുന്നത്. ഇനി according to the belief, Vedas are eternal, Nitya with the permanency of their applicability and the approachia, that is, this has been formulated and passed down by the God. അപ്പോൾ ഇത് കൂടുതലായിട്ട് പറയുന്നത് നമുക്ക് ഈ വേദിക് എഡ്യൂക്കേഷൻ നമ്മൾ പറയുമ്പോൾ കൂടുതലും നിങ്ങൾ ഐഡിയലിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കാം. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് സെൽഫ് റിയലൈസേഷനാണ്. അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ഈ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം അതുമായിട്ടൊരു സാമ്യമുള്ളതായിട്ട് നമുക്ക് തോന്നാം. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത രണ്ട് വാക്കുകളുണ്ട്, ശ്രുതി ആൻഡ് സ്മൃതി. എന്താണ് ശ്രുതി ആൻഡ് സ്മൃതി? തിരിഞ്ഞു പോകരുത്, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. സ്മൃതി എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിക്കുക, ശ്രുതി എന്ന് പറയുന്നത് കേൾക്കുക എന്ന് പറയും. സ്മൃതി എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. സ്മൃതി എന്ന് വെച്ചാൽ ഓർക്കുക, നേച്ചറിൽ നിന്ന് എല്ലാം ഓർത്തെടുത്ത് വയ്ക്കുക. ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക. അതായത് വേദാസിലെ പ്രധാനപ്പെട്ട വേദാസ് എടുത്തു വെച്ചിരുന്ന രണ്ട് വാക്കുകളെന്ന് പറയുന്നത്. ഇനി ഈ വേദാസ്, ദ ഫോർമുലേഷൻ ഓഫ് ദി വേദാസ് ഈസ് ബിലീവ് ടു ഹാവ് ഒക്കേർഡ് ഇൻ 3 സ്റ്റേജസ്. ഈ വേദാസ് രൂപപ്പെട്ടത്, വേദാസ് വന്നിട്ടാണല്ലോ വേദിക് എഡ്യൂക്കേഷനൊക്കെ വരുന്നത്. വേദാസ് രൂപപ്പെട്ടത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ഒന്ന് സംഹിത പീരീഡ്, രണ്ടാമത്തത് ബ്രാഹ്മണ പീരീഡ്, മൂന്നാമത്തത് ഉപനിഷ് അല്ലെങ്കിൽ ആരംഗ്യാസ് ആൻഡ് സൂത്ര പീരീഡ് എന്ന് പറയാം. അങ്ങനെ 3 പീരീഡിൽ ആണ് എന്ത് ചെയ്തത് ഈ നമ്മുടെ വേദാസ് രൂപപ്പെട്ടത്. സംഹിത പീരീഡിൽ 4 വേദങ്ങളാണ് വന്നത്. ഈ വേദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ഏതൊക്കെയാണ്? ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. അടുത്ത 2 സ്റ്റേജസിൻ്റെയും പേര് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്ക്. ഇത്രയേ ഉള്ളൂ. ഈ വേദാസൊക്കെ ഉണ്ടായതിന് 3 സ്റ്റേജാക്കി. സംഹിത പീരീഡ്, ബ്രാഹ്മണ പീരീഡ്, അടുത്ത എന്തായിരുന്നു ഉപനിഷത്ത്, അരണ്യാകാസ് ആൻഡ് സൂത്ര പീരീഡ്. അതിൽ സംഹിത പീരീഡിലാണ് നമ്മുടെ 4 വേദങ്ങളുണ്ടായത്. ഏത്? ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. അപ്പോൾ വേദിക് പീരീഡ് സൊസൈറ്റിയിൽ അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സൊസൈറ്റിയെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ് എന്ന് പറഞ്ഞിട്ട്. ഇനി അവിടെ എന്ന് പറയുന്നത് നമ്മുടെ വേദിക് പീരീഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസിന് അവർ, ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ ദൈവമാണ് അല്ലെങ്കിൽ സ്ത്രീ അമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വളരെയധികം പ്രാധാന്യം സ്ത്രീകൾക്ക് വേദിക് എഡ്യൂക്കേഷനിൽ കൊടുത്തിരുന്നു. അവർക്കൊരു വേർതിരിവും എഡ്യൂക്കേഷനിൽ കൊടുത്തിട്ടില്ല. അവർക്ക് എന്തും പഠിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഏത് ഫീൽഡും അവർക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരിത് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ കിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഇവിടുത്തെ സൊസൈറ്റി തന്നെയാണ് ഇവിടുത്തെ രാജാക്കന്മാരെ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. പിന്നീട് എന്ത് ചെയ്തു, ഹെറിഡിറ്ററി സിസ്റ്റം ഗോഡ് ഇൻട്രൊഡ്യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യപരമായിട്ട് നമ്മൾ രാജാവായി വരത്തില്ലേ, അങ്ങനെയാണ് വന്നത്. ഇനി ഇവിടുത്തെ കിങ്ഡംസ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്ക് ആൾക്കാരുടെ ചോദ്യത്തിന്, കാരണം അവർ തിരഞ്ഞെടുക്കുന്ന ഒരിതായതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ രാജാവ് തന്നെ എന്ത് ചെയ്യണം, നൽകണം ആയിരുന്നു. ഇനി the kingdoms had ministers who looked after portfolios like general administration, army, trade, taxation, agriculture and industries, justice. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാർ ഏൽപ്പിച്ച കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് എന്ത് ചെയ്തത്, ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തത്, നോക്കിക്കണ്ടത്.
എന്തിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ, ആർമി, ട്രേഡ്, ടാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കിങ്ഡംസിൻ്റെ അകത്ത് തന്നെ എന്തുണ്ടായിരുന്നു, അത് നോക്കാനായിട്ട് നോക്കാനായിട്ട് ഓരോരോ ആൾക്കാരുണ്ടായിരുന്നു. ഇനി അടുത്ത പറയുന്നത് കുറേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വേദിക് കാലഘട്ടത്തിൽ ആദ്യമൊക്കെ രാജാക്കന്മാരായിരുന്നെങ്കിലും പിന്നീടാണ് എന്ത് വന്നത്, റിപ്പബ്ലിക്കായി തുടങ്ങിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കൂടുതലായിട്ടും ബ്രാഹ്മിൺസ് ആദ്യമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു വേദിക് എഡ്യൂക്കേഷൻ മറ്റ് ദ്രാവിഡിനെ അപേക്ഷിച്ച് എല്ലാവർക്കും പഠിക്കാനുള്ള ഇത് കൊണ്ടുവന്നു, വുമൻസിന് പ്രാധാന്യം കൊടുത്തെന്ന് പറഞ്ഞെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ ബ്രാഹ്മിൺ സ്കോളേഴ്സാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. അവരുടെ സ്റ്റുഡൻസ് മാത്രം, അവരുടെ ആ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് മാത്രമായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്, അവിടെ താമസിച്ച് അവിടെ തന്നെ പഠിക്കാൻ പറ്റിയത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഇത് കൂടുതലായിട്ട് റൺ ചെയ്തു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ അടുത്ത ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ബ്രാഹ്മിൺസ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ അവിടെയുള്ള ഇപ്പം എഡ്യൂക്കേഷൻ ഫീൽഡല്ല, അല്ലാതെ വേദിക് പീരീഡിലുള്ള ആൾക്കാർ പല ടൈപ്പ് ഓഫ് ജോലികൾ ചെയ്തിരുന്നു. ഇപ്പോൾ കൃഷിയാവട്ടെ, അല്ലെങ്കിൽ ആനിമൽസിനെ നോക്കുന്നതാവട്ടെ, അങ്ങനെയുള്ള അതുപോലെ ആ സമയത്ത് ബാർട്ടർ സിസ്റ്റം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു സാധനം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സൊസൈറ്റിയെ അവർ ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തെന്ന്. ഈ ക്ലാസിഫൈ ചെയ്തപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലികൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ പഠിപ്പിക്കത്തുള്ളായിരുന്നു. കൂടുതലും ശൂദ്രാസ് എന്ന് പറയുന്ന ആൾക്കാരെ ഇതിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി ബ്രാഹ്മിൺസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് അത്രയും നോളേജ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. ക്ഷത്രിയാസിന് ആ രീതിയിലുള്ള അവരുടെ ആ കാസ്റ്റ് ബേസ് ഉണ്ടല്ലോ, കാസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യം പഠനവും ജോലിയുമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എഡ്യൂക്കേഷൻ ഡ്യൂറിങ് വേദിക് പീരീഡ്, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് നോൺ ആസ് ദ വേദിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്തിനായിരുന്നു? വേദാസിനായിരുന്നു. 4 വേദങ്ങൾ അറിയാമല്ലോ, ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഇനി ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ വേദിക് എഡ്യൂക്കേഷണൽ പീരീഡിനെ ഈ വേദങ്ങളുടെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഋഗ്വേദ പീരീഡ് എന്നും ഉപനിഷദ പീരീഡ് എന്നും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ആദ്യം വന്നത്. അതുപോലെ തന്നെ ഇത് കൊണ്ട് നടന്നതും ആരായിരുന്നു? ബ്രാഹ്മണാസ് ആയിരുന്നു. അവരുടെ മെയിൻ അല്ലെങ്കിൽ മെയിൻ റൺ ചെയ്തുകൊണ്ട് പോയത് ആരായിരുന്നു? ബ്രാഹ്മണാസ് ആയിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അതാണ്, ഹൈ സ്റ്റാറ്റസ് ടീച്ചേഴ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ബ്രാഹ്മണാസ് ആയിരിക്കും അവിടുത്തെ കൂടുതൽ ടീച്ചേഴ്സ്. റെസിഡൻഷ്യൽ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ അവിടെ ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കുക. കൂടുതലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഇത് ആർക്കും വുമൻസിനും വളരെയധികം, വുമൻസിൻ്റെ എഡ്യൂക്കേഷന് ഇവിടെ ഈ വേദിക് പീരീഡിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഇത് ഐഡിയലിസമായിട്ട് വളരെയധികം സാമ്യമുണ്ടെന്ന് പറയാൻ കാരണം വേദിക് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ മുക്തി എന്ന് ഇനി പറയും നമ്മൾ. ഇനി അതുപോലൊരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കേഷണൽ പരമായിട്ട് ജോലിപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇതിലൂടെ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് എയിംസ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുക്തി ഓർ സെൽഫ് റിയലൈസേഷനാണ്. അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. കൂടുതലും പേഴ്സണാലിറ്റി, ഞാൻ പറഞ്ഞില്ലേ ഗുരുവിൻ്റെ കൂടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളതെന്ന് വെച്ചാൽ ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഗുരുവിൻ്റെ വിദ്യാഭ്യാസം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പാവും. അതുപോലെ നമ്മളെ കൾച്ചറിനെ സൂക്ഷിച്ച് വെച്ച് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ ഡ്യൂട്ടീസിലുള്ള സ്ട്രെസ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനോട്, അമ്മയോട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചോ ഒക്കെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. കരിക്കുലം എടുത്തു കഴിഞ്ഞാൽ കരിക്കുലം കൂടുതലായിട്ടും ഇപ്പോൾ 2 രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട്. ഇത് പ്യൂപ്പിൾ സെൻറ്റർ ആണെന്ന് വെച്ചാൽ കുട്ടികൾ സെൻറ്റേർഡ് ആണെന്നും ടീച്ചർ സെൻറ്റർ ആണെന്നും പറയുന്നതുണ്ട്. പക്ഷേ പൊതുവേ ഇത് ടീച്ചർ സെൻറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗുരു പറയുന്നതെല്ലാം കേട്ട് കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രാധാന്യം വളരെയധികം കുറവായിട്ടാണ്. എന്നാലും ഇല്ല എന്നല്ല,
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സൊസൈറ്റിയെ പല ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തു. അവരതിനനുസരിച്ചാണ് അവർക്ക് പഠനം കൊടുക്കുന്നതും അതിനനുസരിച്ചാണ് അവർക്ക് ജോലി എന്നും പറഞ്ഞല്ലോ. അത് തന്നെയാണ് കരിക്കുലത്തിൽ പറയുന്നത്. കരിക്കുലത്തിൽ അവർ ഈ ഓരോ കാസ്റ്റ് ബേസിലുള്ള പഠന രീതി അല്ലെങ്കിൽ പഠനമാണ്, ഇന്ന കാസ്റ്റിൽപ്പെട്ടവർക്ക് ഇന്ന വിഷയം, ആ രീതിയിലാണ് കൊടുത്തിരുന്നത്. ലെക്ചർ മെത്തേഡാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേദങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു, സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 4 വേദങ്ങളിലുള്ള നോളേജും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ, സ്പിരിച്വൽ പരമായിട്ടുള്ള നോളേജ്, വേദാസ്, അരിത്തമെറ്റിക്, അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച്, ഗ്രാമർ, ആസ്ട്രോണമി, ലോജിക്ക്, ഫിലോസഫി, എത്തിക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും സിലബസിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ദാണ്ട് ഇതിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിക്കുലം ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റ് ബേസിൽ പഠിക്കുന്ന സാധനങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷത്രിയാസ് എടുക്കുകയാണെങ്കിൽ ക്ഷത്രിയാസ് ആ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെ ആർച്ചറി, ഹോഴ്സ്മാൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബ്രാഹ്മണാസ് ആണെങ്കിൽ അവർക്ക് വേദങ്ങളും കൽപ്പ, ശിക്ഷ എന്നൊക്കെ പറയുന്ന ഭയങ്കര നോളേജുള്ള കാര്യങ്ങളാണ് അവരുടെ കരിക്കുലത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇനി വൈശ്യാസ് എടുക്കുകയാണെങ്കിൽ അവരെ അഗ്രികൾച്ചറും ട്രേഡുമാണ് പഠിപ്പിച്ചിരുന്നത്. ശൂദ്രാസ് ഞാൻ പറഞ്ഞല്ലോ, ശൂദ്രാസിനെ അവർ ഇതിലോട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് ആയുർവേദ ആൻഡ് പൂട്ടവിദ്യ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കേൾക്കായിരുന്നു. ആയുർവേദ അല്ലെങ്കിൽ പൂട്ടവിദ്യ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ബ്രാഹ്മിൺസ് ആണെങ്കിൽ അവർക്ക് വേദങ്ങളും വേദാസും പിന്നെ കൽപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ഷത്രിയാസ് ആണെങ്കിൽ അവർക്ക് ഹോഴ്സ്മാൻഷിപ്പ്, ആർച്ചറി അങ്ങനത്തെ കാര്യങ്ങൾ. വൈശ്യാസ് ആണെങ്കിൽ അഗ്രികൾച്ചർ ട്രേഡ്. പിന്നെ ആയുർവേദ ആൻഡ് ഫുഡവിദ്യ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള 2 വിഷയങ്ങളായിരുന്നു. ഇനി മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആണെന്നാണ് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ പീപ്പിൾ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് ഇതിനെ. ഇനി കൂടുതലായിട്ട് സാൻസ്ക്രിറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ആണ് പറയുന്നത്. പല രീതിയിൽ റെസിറ്റേഷൻ വഴി, എന്ന് വെച്ചാൽ ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു, ആ രീതിയാണ്. ഇവർ മെയിനായിട്ട് 3 സംഭവം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 3 മെത്തേഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രവണ, മനന, നിതിധ്യാസന. നിതിധ്യാസന അത് ശ്രദ്ധിക്കണം. ഈ 3 മെത്തേഡ് ആലോചിക്കുക. ശ്രവണ, മനന, നിതിധ്യാസന. ശ്രവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക, ടീച്ചർ പറയുന്നത് എന്താണോ അത് കേൾക്കുക. മനന എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞ സാധനത്തിനെ നമ്മുടേതായ രീതിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. നിതിധ്യാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് അത് എന്താണ് പറഞ്ഞതെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കി അത് ഓർമ്മയിൽ വയ്ക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രവണ, മനന, നിതിധ്യാസനയാണ് ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ലെക്ചർ മെത്തേഡാണ്, ഡയലോഗ് ഉണ്ട്, സെമിനാർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് രീതിയിലും പറയുന്നുണ്ട്, കഥ വഴിയും റെസിറ്റേഷൻ രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്ലാസ് റൂം ടീച്ചിങ് അല്ല. ഗുരുകുല വിദ്യാഭ്യാസം ഒരിക്കലും ഒരു റൂമിൻ്റെ അകത്തിരുന്ന് പഠിക്കുന്നതല്ലല്ലോ, പുറത്തിറങ്ങിയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങേ അല്ല ഇതിവിടെ. ഇനി അതുപോലെ തന്നെ ഗുരുവിനെ സേവിക്കുന്ന, ഗുരു പറയുന്ന എല്ലാ കാര്യവും ചെയ്ത് ഗുരുവിനെ സേവിക്കുന്നതും, അതുപോലെ പഠിത്തം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് എന്താണോ ഗുരുവിന് കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുക്കുക, അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇനി when a student need to become a pupil of any the recognized way of making application of him was to approach him with a fuel in his hands as a sign that he wished to serve him and help to maintain his sacrificed fire. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സമയത്ത് തൊട്ട് നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഒരുപാട് സെറിമണി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഗുരുകുല വിദ്യാഭ്യാസ കണക്കാണ്, അവിടെ ചെന്ന് നിന്ന് ഗുരുവിനെ സേവിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ബ്രഹ്മചരി ആയിരിക്കണം. അത് ആണായാലും പെണ്ണായാലും ബ്രഹ്മചരി ആയിരിക്കണം. അത് ഈ വേദിക് എഡ്യൂക്കേഷനിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. ഉപനയന എന്ന് പറയുന്നത് ഞാൻ പഠിത്തത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ഗുരുവിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ചടങ്ങുണ്ടല്ലോ, അതിനെയാണ് ഉപനയന എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടും
അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം തീരുമ്പോഴും എന്തുണ്ട്, ഇതുപോലുള്ള ചടങ്ങുകളുണ്ട്. അതിന് ഓരോരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ടീച്ചർ പീപ്പിൾ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ പിതാവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബന്ധമായിരിക്കണം ഗുരുവിനോട് കുട്ടിക്കുള്ളത്. ഇനി അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടായി, ഒരു ഫിലോസഫർ, അങ്ങനെ പേഴ്സണാലിറ്റി ബിൽഡർ, പല പല ക്യാരക്ടർ വഹിക്കുന്ന ഒരാളായിരിക്കും ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഇനി ടീച്ചറിനെ സേവിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്. അതായത് ഞാനിപ്പോൾ ഗുരുകുലത്ത് നിന്നിട്ട് ടീച്ചർ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. ഗുരുകുലത്ത് നിന്ന് കഴിഞ്ഞാൽ പഠിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ഗുരു പറയുമായിരിക്കും പോയി വെള്ളം എടുത്തുകൊണ്ട് വരൂ, അത് നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗുരുവിനെ സെർവ് ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻറ്റ് സെറിമണീസ് ഉണ്ടെന്ന്. വിദ്യാരംഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഇപ്പോഴും വിദ്യാരംഭ നമ്മൾ ഇവിടെയും പറയാറില്ലേ, അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയം. ഉപനയന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഗുരുവിൻ്റെ അടുത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പുള്ള ചടങ്ങ്. ഉപകർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. ഇനി അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ചടങ്ങാണ് ഉപകർമ്മ. ഉപസർജന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഉള്ള ചടങ്ങ്. സമവർത്തന എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള, നമ്മൾ ഗുരുകുലം വിടുകയാണ്, ആ സമയത്താണ് ഗുരുവിന് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊടുക്കേണ്ടത്. ഇനി സ്നാന എന്ന് പറയുന്നത് കോൺവക്കേഷൻ എൻഡ് ഓഫ് ദ ലൈഫ് അറ്റ് ദി ആശ്രമ. നമ്മുടെ ആശ്രമത്തിൽ നമ്മളെ ജീവിതം ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുക എന്ന് പറയും. നമ്മൾ ആ ഒരു വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയത്തില്ല, അതാണ്. അപ്പോൾ വിദ്യാരംഭ, ഉപനയന, ഉപകർമ്മ, ഉപസർജന, സമവർത്തന അല്ലെങ്കിൽ സാമവർത്തന, സ്നാന. ഇനി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ഇവിടെ അത്യാവശ്യമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച്. കുട്ടി എന്ത് ചെയ്തിരിക്കണം? ഹീസ് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ഗുരു ഒബേ. ഗുരു പറയുന്നത് കേൾക്കണം. ഗുരുവിൻ്റെ പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങി. ഗുരു അടിക്കുന്ന എന്ന് വെച്ചാൽ നമ്മളായിട്ട് അടിക്കുന്ന അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കത്തില്ല, അല്ലാത്ത എന്തെങ്കിലും പണിഷ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഗുരു എന്താ ആഗ്രഹിച്ചാലും കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഗുരുവിനെ എന്ത് ചെയ്യണം, ഒരുപോലെ അല്ലെങ്കിൽ എന്താണ് എല്ലാ ആൾക്കാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ഇവിടെ. ഇനി അടുത്തതെന്ന് പറയുന്നത് the 4 Vedas, the Upanishad and the 18 Puranas are enriched with offers to different gods and goddesses, which are practiced to rite and rituals that ensure compliance towards the preservation and protection of. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് പുരാണം, ഏത് വേദങ്ങൾ എടുത്താലും അതിലെല്ലാം നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, നേച്ചറിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എല്ലാ നേച്ചറിനെയും, റിവേഴ്സ് ആവട്ടെ, എല്ലാ സംഭവങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചും വേദങ്ങളിലും എഴുതിയിട്ടുണ്ട്. വേദങ്ങൾ മാത്രമല്ല, എല്ലാ ഉപനിഷത്തുകളിലും മറ്റ് സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. വേദിക് എഡ്യൂക്കേഷനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രാചീനമായൊരു വിദ്യാഭ്യാസമായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഒരു വിദ്യാഭ്യാസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റവും നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. അല്ലാതെ വൊക്കേഷണൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനും ഇതിൽ കൊടുത്തിരുന്നു. പിന്നെ ക്യാരക്ടർ ഫോർമേഷൻ, ഇവിടെ പേഴ്സണാലിറ്റി ഫോർമേഷനൊക്കെ ഇവിടെയാണ് കൂടുതലായിട്ട് ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ മെയിനായിട്ട് ഇവർ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു പഠിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് 3 ടൈപ്പായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രവണ, മനന, നിധിധ്യാസന. കേൾക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, വീണ്ടും മെഡിറ്റേറ്റ് ചെയ്ത് ഓർമ്മിക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയും. ഇനി വേദാസ് എന്ന് പറഞ്ഞ വാക്ക് വന്നത് വിത്ത് എന്ന് പറയുന്ന നോളജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നായിരുന്നു, നോളജ് എന്ന് പറയുന്ന വാക്കിൽ നിന്നായിരുന്നു. ഇനി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത 2 വാക്കുകളാണ് സ്മൃതിയും ശ്രുതിയും. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർക്കുക, ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക. വുമൺസിന് ഇവിടെ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് എഡ്യൂക്കേഷന് ഇവിടെ നോ ബൗണ്ടറി ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഇവിടുത്തെ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്രഹ്മചര്യ എന്ന് പറയുന്ന ഒരു സംഭവം അനുഷ്ഠിച്ചിരിക്കണം. ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മൾ കരിക്കുലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചർ 4ആയിട്ട് ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസിനെ ക്ലാസിഫൈ ചെയ്തു. അതിനനുസരിച്ചാണ് പഠനം കൊടുത്തിരുന്നത്, അതിനനുസരിച്ചാണ് അവർക്ക് ജോലിയും കൊടുത്തിരുന്നത്.
കൂടുതൽ ടീച്ചർ സെൻറ്റേഡ് ആണ്, പ്യൂപ്പിൾ സെൻറ്റേഡ് എന്നും പറയാറുണ്ട്. പിന്നെ എന്താണ്, ഗുരുവിനെ സേവിക്കണം നമ്മളിവിടെ. ലെക്ചർ മെത്തേഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി സെറിമണീസ് ഉണ്ട്. വിദ്യാരംഭ, ഉപനയന, ഉപകർമ്മ, ഉപസർജന, അതുപോലെ തന്നെ എന്താണ് സാമവർത്തന, സ്നാന, അതും പറഞ്ഞായിരുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. ബ്രഹ്മചര്യ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രഹ്മചര്യ ആയിരിക്കും. ഗൃഹസ്ഥ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഗൃഹസ്ഥയായി. വനപ്രസ്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിലേക്ക് യാത്ര പോവുക, രാജാക്കന്മാരൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ അടുത്തത് സ്നാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്നാനം പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിയാവുക, എല്ലാം ത്യജിച്ച് നമ്മൾ സ്വാമിയാവുക എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഇവിടുത്തെ ടീച്ചർ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫാദർ പോലെയാണ്, ഒരു മോറൽ ക്യാരക്ടർ ആയിരിക്കണം, ഹൈ സ്റ്റാറ്റസ് ഉള്ള ടീച്ചറായിരിക്കും. കുട്ടിയെ സംബന്ധിച്ച് കറക്റ്റായിട്ട് സെൽഫ് ഡിസിപ്ലിൻ വേണം, ഗുരുവിനെ സെവിയ, ഗുരു പറയുന്നത് കേൾക്കുക, ബ്രഹ്മചര്യം മസ്റ്റായിട്ട് വേണം. ഇനി ഡീമെറിറ്റ്സ് എന്ന് പറയാൻ കുറച്ചും കൂടെ സ്പിരിച്വലിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ സെൽഫ് റിയലൈസേഷൻ ആണല്ലോ ഗോളായിട്ട് പറയുന്നത്. അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കൂടുതലും മെറിറ്റ് ഇറങ്ങിയ എല്ലാ എഡ്യൂക്കേഷനിൽ നിന്നൊരു കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടൊരു എഡ്യൂക്കേഷനായിരുന്നു വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.